ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു കൂട്ടസ് വാങ്ങിക്കാനായിട്ട് പോണതാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു ഷോപ്പിലാണ്, രാമചന്ദ്രനിലാണ് പോണത്. വൈകിട്ട് ഒരു 5-5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ പോയത്. തിരിച്ചു വന്നപ്പോൾ സന്ധ്യ ആയായിരുന്നു. അപ്പം അതൊക്കെ സാവധാനത്തിൽ പോയത് തന്നെ കേട്ടോ. പോണോ വേണ്ടേന്ന് കുറേ നേരം ആലോചിച്ചൊക്കെ ഇരുന്നാണ് ടൈം ഇത്രയും ലേറ്റ് ആയത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനും ലേറ്റ് ആയത്. പിന്നെ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കണം കൂട്ടെക്സ് മാറ്റണമെന്ന്. ഇവിടെ ഇരിക്കണമല്ല, എൻ്റെ ഇരിക്കണമെല്ലാം സെറ്റായി, എടുത്ത് ദൂരെ എറിയാൻ സമയമായി. അവിടെയാണെങ്കിൽ ശരിക്കും അടിപൊളി പൊട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ കണ്ണ് ഫുള്ളാ പോയത് പൊട്ടിലായിരുന്നു. നോക്കിയിട്ടും തീരാത്ത അത്രയും കളക്ഷനായിരുന്നു. എന്നിട്ട് ഇത്ര മാക്സിമം നോക്കിയിട്ട് ഞാൻ ഒരു സെറ്റ് പൊട്ടെടുത്ത് കേട്ടോ. 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ചെറുത്, ഞാൻ ഇപ്പം ഉപയോഗിക്കണതിനെക്കാട്ടി ഭയങ്കര ചെറുത്. പിന്നെ കൂടുതൽ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെയാണ് എടുത്തത്. അതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു കേട്ടോ. ഇത് വീട്ടിൽ വന്നതിന് ശേഷം ഉള്ളതാണ് ഈ വീഡിയോ ഒക്കെ. രാത്രി ഇങ്ങോട്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. അത് ഫോണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ ആടാക്കാത്തത്. പിന്നെ വീട്ടിലൊന്ന് കാപ്പിയെല്ലാം കുടിച്ച് പുട്ടായിരുന്നു കേട്ടോ. പുട്ടെല്ലാം കഴിച്ച് ഡ്രാഗൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഡ്രാഗൺ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ആപ്പിൾ, മുന്തിരി അതിനെക്കാട്ടിൽ ഭയങ്കര ഇഷ്ടം ഡ്രാഗനാണ്. പക്ഷേ കൊതിച്ച് പോണത് മറ്റേ കളറ്, ഒരു ബീട്രൂട്ട് കളറ് വാങ്ങിക്കാനാണ് പോണത്. പക്ഷേ കിട്ടണത് വൈറ്റാണ്. വൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം 55 രൂപയാണ്. തപ്പിച്ചകഞ്ഞ് ഏറ്റവും വലുത് നോക്കിയെടുക്കും, എല്ലാ സൈസും പറക്കി നോക്കും. എന്നിട്ട് ഏതാണ് വലുതെന്ന് തോന്നണം നോക്കി ഒരെണ്ണം എടുത്ത് കേട്ടോ. അങ്ങനെ ഇന്ന് ഇത് ഡ്രാഗൺ ആഡ് ചെയ്യണതും കൂടി കഴിക്കണതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ കഴിക്കാത്തതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. പിന്നെ ഇന്ന് വാങ്ങിച്ചതിൽ ഇത് തണ്ണിമത്തയും ഏത്തപ്പഴം, വേറെ എന്തോന്ന് മറ്റേ സോനം പപ്പടി എന്തെങ്കിലും ഉണ്ടല്ലോ. അത് എനിക്കിഷ്ടമല്ല, പക്ഷെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓഫർ ഉണ്ടായിരുന്നു ഇന്ന് 2 അങ്ങനെ അത് 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ വാങ്ങിച്ച്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ. ഞാൻ എല്ലാത്തിൻ്റെ പേരെല്ലാം മറന്നുപോയി. പിന്നെ സീരിയൽ കണ്ടിരുന്നാണ് കേട്ടാ ഇത് വിഴുങ്ങണത്. സീരിയലിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. ഇതിലാണ് കട്ട് ചെയ്യണമെങ്കിൽ അതിലോട്ടാണ് കണ്ണ് കൂടുതലും പോണത്. ഞാൻ ഇതെല്ലാം വെച്ച് പതിവില്ലാതെ വീഡിയോ എടുക്കണം കണ്ടിട്ട് ചേട്ടൻ എന്നെ എന്തൊക്കെ കളിയാക്കിയൊക്കെ പറയണുണ്ട് കേട്ടാ. ഇതിൻ്റെ പുറന്തോലേ ഭയങ്കര ഒരു സ്മെല്ലാണ്, പക്ഷെ അകത്തുള്ള സൂപ്പർ സാധനമാണ്. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ വൈറ്റാണ്. വൈറ്റ് കഴിച്ച് ഇഷ്ടപ്പെട്ടാണ് മറ്റേതും കൂടി കഴിച്ച് നോക്കിയത്. അപ്പോൾ അതിൽ നിന്ന് അടിപൊളി. നമ്മൾ ഒരു ദിവസം ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി പണ്ട് ഇതിൻ്റെ മറ്റേ കളർ വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നേ അന്ന്. പക്ഷെ നമുക്ക് അന്ന് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അന്ന് നല്ല വലുത് നോക്കിയാണ് വാങ്ങിച്ചത്. അന്ന് ഒരുമാതിരി കയ്പ് ഇതുപോലെയായിരുന്നു. അത് അടിച്ചെടുത്ത് കളയുകയാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് ഇത് വാങ്ങിക്കാൻ തുടങ്ങിയത്. ഭയങ്കര മറ്റേ കോഹ്ലി ഉണ്ടല്ലോ, അങ്ങേര് സ്ഥിരം ഇതൊക്കെ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇടയ്ക്ക് അതിൻ്റെ ഒരു വൈറൽ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൻ ഇത് കഴിക്കാൻ വേണ്ടി ഇതിൽ എന്തോന്ന് ഇരിക്കണം എന്ന് വിചാരിച്ച്. പിന്നെ ഇത് കഴിച്ചപ്പോഴല്ലേ ഇതിൻ്റെ സീക്രട്ട് മനസ്സിലായത്. ചേട്ടൻ എന്നെ ഫുള്ള് കളിയാക്കണതാണ് കേട്ടോ. ഇനി ഇത് വിട്ടിട്ട് വേണം നിനക്ക് ഇതിൻ്റെ ഇതിൽ കമൻറ്റ് കിട്ടാനെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ അങ്ങനെയൊക്കെ ഒരു നോട്ടം നോക്കണത് കേട്ടോ. ചേട്ടന് ജിമ്മിൽ പോകണമെന്നുള്ളതുകൊണ്ട് നേരത്തെ വെപ്രാളപ്പെട്ടാണ് പിഴിഞ്ഞ് പോകുന്നത്. കുറേ കൂടി അവിടെ തപ്പിച്ചകയാ ഉണ്ടായിരുന്നു. എല്ലാ കോസ്മെറ്റിക്സ് നോക്കാൻ പറ്റിയില്ല. ഇന്നാണെങ്കിൽ കുറേ മോതിരത്തിൻ്റെ കളക്ഷനൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ വിളിച്ച് പോവാമെന്ന് പറഞ്ഞ് വിളിച്ച്. പിന്നെ ഇനി പെട്ടെന്ന് വെപ്രാളത്തിലിറങ്ങി. ഇനി ഒരു തവണയും കൂടെ പോകണുണ്ട്, അത് ഈ മാസം അവസാനം. പോവാമെന്നാണ് വിചാരിക്കണം. അന്ന് എനിക്കൊരു മെറ്റീരിയൽ എടുക്കണം. അന്നൊക്കെ കയ്യിൽ പൈസ കാണുള്ളൂ. മാസം അവസാനം പൈസയൊക്കെ വരുമ്പോഴത്തേക്കേ പറ്റുള്ളൂ. പിന്നെ ഇത് സീരിയൽ കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. സീരിയൽ ഇട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അവർ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ വായി നോക്കിയിരിക്കണം. പിന്നെ ഒരു ആശ്വാസം സീരിയലേ ഉള്ളൂ. പിന്നെ എനിക്കിപ്പം തയ്ക്കാനൊന്നും ഇല്ല കേട്ടോ. അതാണ് അതിൻ്റെ വീഡിയോസൊന്നും ഇല്ലാത്തതും ഒന്നും എടുക്കാത്തതും. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല തയ്ക്കാൻ. പിന്നെ വെളിയിൽ നിന്നൊക്കെ തയ്ക്കാൻ കിട്ടുന്നുണ്ട്, അതൊക്കെ തയ്ച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കണോ വേണ്ടതെന്ന് എനിക്കൊരു ഇത്. എന്താണെന്ന് വെച്ചാൽ ആ വെളിയിൽ നിന്ന് തരണ അവരെ വീഡിയോയൊക്കെ ചിലരൊക്കെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊരു എനിക്കൊരു സംശയം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും എടുക്കാത്തത്. പിന്നെ ഇത് ആയിഷ വാങ്ങിച്ച കീ ചെയിനാണ് കേട്ടോ. ജോക്കറിൻ്റെ ഒരു സംഭവം. ആ ജോക്കർ കാണണില്ല, അത് അതിനകത്ത് കിടന്ന് കറങ്ങും. ആയിഷ ഇതുപോലെ കൂടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തപ്പി പിടിച്ചെടുത്തോളും കേട്ടോ. ഡെയിലി എപ്പോഴെല്ലാം പോകും അപ്പോഴെല്ലാം അവൻ്റെ കയ്യിലൊരു സാധനം കാണും.
അതിന് ഭയങ്കര പിണക്കമായിരുന്നു തിരിച്ചു വന്നപ്പോൾ. ചേട്ടൻ വീടെത്തിയപ്പോഴാണ് കൊടുത്തത്. പിന്നെ അവസാനം ചേട്ടൻ പറഞ്ഞു ഇന്ന് ജിമ്മിൽ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയൊക്കെ ഇരുന്ന്. പോകാൻ നേരമായപ്പോൾ കൂടെ കൊണ്ടുപോയി. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളും കൂടി ഡ്രാഗൺ കഴിച്ച് നോക്കണം. നല്ലതാണ്, ഹെൽത്തി ഫുഡാണ്. ഇന്ന് ഇടയ്ക്ക് ചോറൊക്കെ കഴിച്ച് ഇപ്പോൾ രാവിലെ മരിച്ചിനിയായിരുന്നു. ഉച്ചയ്ക്ക് ചോറ്, രാവിലെ മരിച്ചിനി. 10 മണിയൊക്കെ ആയപ്പോൾ മരിച്ചിനി മീൻ കറിയായിരുന്നേ. അതുകൊണ്ട് രാത്രി ഞാൻ ലൈറ്റായിട്ടാണ് കഴിച്ചത്. ഈ ഡ്രാഗണിൻ്റെ പകുതിയും കഴിച്ച് പിന്നെ കുറച്ച് പുട്ടേ കഴിച്ചോളൂ കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര ചോറ് തീറ്റി. ഈ വർഷം തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ചോറിൻ്റെ കൂടെ ഭയങ്കര പ്രേമം. ഈ ഫുഡെല്ലാം കൺട്രോൾ ചെയ്ത് പോകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നണമല്ല, അത് പ്രാക്ടിക്കൽ ആവണില്ല. ഓരോ ദിവസം എണീക്കുമ്പോഴേ ഓരോ മൈൻഡായിട്ട് സെറ്റായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ.